അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറി നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത് തീർത്തും അസാധാരണം. അതീവ സുരക്ഷാ മേഖലയാണ് ഇവിടെ. മുംബൈ നഗരത്തിൽ ആരും സുരക്ഷിതരല്ല. പ്രധാനമന്ത്രിയെ വരെ നേരിട്ട് എപ്പോൾ വേണമെങ്കിലും കാണാൻ കഴിയുന്ന സ്വന്തമായി സുരക്ഷാ സംഘമുള്ള നടന് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന സെയ്ഫ് അലി ഖാന്റെ ചിത്രം പങ്കുവച്ച് പലരും ചോദിച്ചത് ഈ ചോദ്യമാണ്. അതിസമ്പന്നരും സിനിമാ താരങ്ങളും താമസിക്കുന്ന ബാന്ദ്ര വെസ്റ്റിൽ സെന്റ് തെരേസ സ്കൂളിന് സമീപമുള്ള സദ്ഗുരു ശരൺ എന്ന 13 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ 4 നിലകളിൽ 10,000 ചതുരശ്ര അടി വസതിയാണ് സെയ്ഫ് അലി ഖാന്റേത്. 10ാം നിലയിൽ അതിഥികളുടെ മുറികൾ. നടനും കുടുംബവും 11ാം നിലയിലാണ് താമസം. വീട്ടുജോലിക്കാരും അടുക്കളയും 12ാം നിലയിലാണുള്ളത്. സ്വിമ്മിംഗ് പൂളും ജിമ്മും 13ാം നിലയിൽ. കെട്ടിടത്തിന്റെ ഗേറ്റിലും ലിഫ്റ്റിനു മുന്നിലും സുരക്ഷാ ജീവനക്കാരുണ്ട്. സുരക്ഷാ ജീവനക്കാരുടെ വിരലടയാളം ഉപയോഗിച്ചാൽ മാത്രമേ ലിഫ്റ്റ് തുറക്കുകയുള്ളൂ. അതിനാൽ അവർ അറിയാതെ ലിഫ്റ്റ് വഴി ആർക്കും മുകളിലേക്ക് പോകാനാവില്ല. പക്ഷേ അക്രമി കയറിയത് തീപിടുത്തമുണ്ടായാൽ രക്ഷപ്പെടാവുന്ന ഗോവണി വഴി എന്നാണ് വിലയിരുത്തൽ. കഴുത്തിൽ ടവലും ഷോൾഡർ ബാഗും ധരിച്ചിരുന്ന ഇയാൾ ഇറങ്ങിപ്പോയത് പുലർച്ചെ 2:33 വ്യക്തം. കുട്ടികളുടെ മുറിയുടെ ഭാഗത്തു നിന്ന് ആയയുടെ ശബ്ദം കേട്ട് സെയ്ഫ് അലി ഖാൻ ഉണർന്നു. അവിടെ എത്തിയപ്പോഴാണ് അജ്ഞാതനെ കണ്ടത്. തർക്കത്തിനിടെ അക്രമി കത്തിയെടുത്തു. പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടെ സെയ്ഫ് അലി ഖാന് ശരീരത്തിൽ പലയിടത്ത് കുത്തേറ്റു. മുറിവുകളുമായി പുലർച്ചെ 3-ന് നടനെ മുംബൈ ലീലാവതി ആശുപത്രിയിലെത്തിക്കുന്നു. ആകെ 6 കുത്തേറ്റു. ആഴത്തിൽ 3 മുറിവുകളും. സൽമാന്റെ വസതിയായ ഗാലക്സി അപ്പാർട്ട്മെന്റിന്റെ 2.5 കിലോമീറ്റർ ചുറ്റളവിലാണ് സദ്ഗുരു ശരൺ. സൽമാൻ ഖാന്റെ വസതിക്ക് നേരെ വെടിവെപ്പുണ്ടായ ശേഷം മേഖലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയെന്നായിരുന്നു പോലീസിന്റെ അവകാശവാദം. സുരക്ഷാ ജീവനക്കാർ അറിയാതെ എങ്ങനെ അക്രമി 11ാം നിലയിലെ വീട്ടിലെത്തി എന്നതിൽ വ്യക്തമായ ഉത്തരമില്ല. ഖാന്റെ വസതിയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ എത്തുകയും വീട്ടിനുള്ളിലും ആശയക്കുഴപ്പമില്ലാതെ നടക്കുകയും അക്രമത്തിന് ശേഷം സ്റ്റെയർ കേസിലൂടെ എളുപ്പം രക്ഷപ്പെടുകയുമായിരുന്നു പ്രതി. അക്രമിക്ക് കെട്ടിടത്തിന്റെ ഘടന നേരത്തെ വശമുണ്ടായിരുന്നോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. 6ാം നിലയിലെ CCTV ക്യാമറയിൽ നിന്നാണ് അക്രമിയുടെ ദൃശ്യം ലഭിച്ചത്. മറ്റിടങ്ങളിലെ ക്യാമറകളിൽ എന്തുകൊണ്ട് ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞില്ല എന്നതും സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെയുണ്ടായ വെടിവെപ്പ്, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ മുൻമന്ത്രി ബാബ സിദ്ദിഖിയുടെ കൊലപാതകം എന്നിവയ്ക്ക് പിന്നാലെയാണ് സെയ്ഫ് അലി ഖാന് നേരെ കൂടി ആക്രമണം ഉണ്ടാകുന്നത്. അതിസമ്പന്നരുടെയും സിനിമാ താരങ്ങളുടെയും കേന്ദ്രമായ ബാന്ദ്ര കുറ്റകൃത്യങ്ങളുടെ തലസ്ഥാനമായി മാറുകയാണ്. 2024 ഏപ്രിൽ 14-നായിരുന്നു സൽമാന്റെ വസതിക്ക് നേരെ വെടിവെപ്പ്. ഒക്ടോബർ 12-ന് ബാബ സിദ്ദിഖ് കൊല്ലപ്പെട്ടു. ഡിസംബർ 9-ന് ബീഡ് ജില്ലയിലെ സർപഞ്ചിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി. നടൻ സെയ്ഫ് അലി ഖാനെ അക്രമി കുത്തി പരിക്കേൽപ്പിച്ചതിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, തെലുങ്ക് നടന്മാരായ ചിരഞ്ജീവി, ജൂനിയർ NTR തുടങ്ങിയവർ ഞെട്ടൽ രേഖപ്പെടുത്തി. ഖാൻ അപകടനില തരണം ചെയ്തു. വ്യാഴാഴ്ച പുലർച്ചെ 2:30-ക്ക് വീട്ടിൽ കയറിയ യുവാവ് കത്തികൊണ്ട് 6 തവണയാണ് സെയ്ഫിനെ കുത്തിയത്. നട്ടലിന് സമീപത്ത് നിന്ന് കത്തിയുടെ 2.5 ഇഞ്ച് നീളമുള്ള ഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കിയതായി ഡോക്ടർമാർ അറിയിച്ചു. ഭാര്യയും മക്കളും ജോലിക്കാരും സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു.